ഒരു പ്രേസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കറിയാം നമ്മളുടെ ദൈവത്തെ നമ്മൾ എത്രമാത്രം അറിയുന്നു അതനുസരിച്ചിരിക്കും ദൈവത്തിലുള്ള വിശ്വാസം. അറിയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ യേശുവിനെ പറ്റി ഇങ്ങനെ ഒരു കഥകളൊക്കെ പോലെ അറിയുന്നു, അതിനെപ്പറ്റിയല്ല പറയുന്നത്. നമ്മൾ എത്രമാത്രം ക്ലോസ് ആണ് ദൈവമായിട്ട്, എത്രമാത്രം ഇൻറ്റിമസി ഉണ്ട് നമുക്ക് ദൈവമായിട്ട്, നമുക്ക് എത്രമാത്രം നമ്മൾ ദൈവത്തെ രുചിച്ചറിഞ്ഞിട്ടുണ്ട്, അതനുസരിച്ചിരിക്കും നമുക്ക് ദൈവത്തോടുള്ള വിശ്വാസം, അല്ലേ? അപ്പോൾ അപ്പോസ്തലൻ പോളിനെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലൻ പോളിന് ഒരുപാട് അറിയാമായിരുന്നു, യേശുക്രിസ്തുവിനെ പറ്റി ഒരുപാട് ക്ലോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോസ്തലൻ പോൾ ഇങ്ങനെ ആം, ഇങ്ങനെ ഫിലിപ്പിയൻ ചർച്ചിനോട് പറയുക, എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റും എന്ന് പറഞ്ഞിരിക്കുക, അല്ലെ? അപ്പൊ പോൾ അത് പറയുമ്പോൾ, അപ്പോസ്തലൻ പോൾ അത് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. എൻ്റെ ദൈവം, എനിക്കറിയാം എൻ്റെ ദൈവം നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പോവുകയാണ്, അല്ലെ? അപ്പൊ അത് പറയുമ്പോൾ ഒരു കോൺഫിഡൻസ്, ആ ഒരു കോൺഫിഡൻസിലേക്ക് വന്നിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മൾ, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മുമ്പോട്ട് പോകാൻ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ അടുത്ത് വളരെയധികം അടുത്ത് നിൽക്കണം എന്നും ഞങ്ങൾ അങ്ങയുടെ വളരെ അടുത്തായിരിക്കണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം അങ്ങ്. അതുകൊണ്ട് തന്നെ യേശു അങ്ങ് ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ രൂപത്തിൽ ഈ ലോകത്തിലേക്ക് വന്ന് ഞങ്ങളിൽ ഒരാളായിട്ട് കർത്താവ് ഞങ്ങൾക്കിടയിൽ വസിച്ചത്, ഞങ്ങളെ അങ്ങനെ പോലെ ആക്കി തീർക്കുക എന്നുള്ള പിതാവിന്റെ ആഗ്രഹവും. കർത്താവ്, എന്തെങ്കിലും ഉണ്ട് ഞങ്ങൾക്കും അങ്ങയ്ക്കും ഇടയിലെങ്കിൽ, കർത്താവ്, ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് കളയണമെന്ന് അപേക്ഷിച്ച് ഞങ്ങളെ അങ്ങേയുമായിട്ടൊന്ന് അടുപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങൾക്ക് യേശുവിനെ പറ്റി റിവീൽ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. നമുക്കിന്ന് ഫിലിപ്പിയരിലേക്ക് പോകാം. ഫിലിപ്പിയരിലേക്ക് പോകുന്ന ഫിലിപ്പിയന്റെ 4-ാമത്തെ അധ്യായത്തില് 19-ാമത്തെ വാക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന വാക്കാണ് ഇത്. എല്ലാവരും വളരെയധികം സംസാരിക്കുകയും ചെയ്യുന്നൊരു വാക്കാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പൊ ഇത് നമ്മൾ മിക്കവാറും പേര് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി, പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയൊക്കെ, അല്ലെ, ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഇതിങ്ങനെ വായിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു തെറ്റുമില്ല, അതിനെപ്പറ്റിയല്ല പറയുന്നത്. പക്ഷെ എനിക്ക് ഇതിനെപ്പറ്റി ഇവിടെ 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് അതാണ് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഒന്നാമത്തേത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജ് നോക്കുക. അപ്പോസ്തലൻ പോൾ ഉപയോഗിച്ചിരിക്കുന്ന ലാംഗ്വേജ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. അല്ല, അപ്പൊ ഈ ഫിലിപ്പിയർ ചർച്ചിന്റെ ദൈവവും അപ്പോസ്തലൻ പോളിന്റെ ദൈവവും രണ്ടും രണ്ടാണ്. അല്ല, അവർ രണ്ടുപേരുടെയും ദൈവം ഒന്ന് തന്നെയാണ്, യേശുക്രിസ്തു തന്നെയാണ്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ എത്രമാത്രം അറിയാം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മൾക്ക് ഇങ്ങനെ മറ്റുള്ളവരോട് പറയാൻ സാധിക്കുന്നതും നമ്മൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നു. നമ്മൾ യേശുവിനെ ഏത് രീതിയിലാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ യേശുവിനെ മനസ്സിലാക്കുന്ന രീതി ഉണ്ടല്ലോ, ആ രീതി അനുസരിച്ചിരിക്കും നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ശരിയായിട്ടുള്ള രീതിയിലെല്ലാം വിശ്വസിച്ചിരിക്കുന്നത്, മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അതുപോലെയായിരിക്കും എന്താ പറയുക നമ്മുടെ വിശ്വാസം. ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ചില ആൾക്കാരെങ്കിലും ദൈവം വളരെയധികം എന്താ പറയാ ദേഷ്യപ്പെടുന്ന ദൈവമാണ്, അല്ല, നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കാത്ത ദൈവമാണ് എന്ന് പറയുന്നത്, അല്ലെ? പക്ഷേ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യം ഇങ്ങനെ, ദൈവം സ്നേഹമാണ് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ തെറ്റുകളെ ഏറ്റു പറയുമ്പോൾ എൻ്റെ ദൈവം എന്നോട് പൊറുക്കുന്ന ദൈവം, അതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ദൈവത്തെ പറ്റിയുള്ളത്. അപ്പൊ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിരിക്കും നമ്മൾ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തിരിക്കുന്നത്. നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ അത് വളരെയധികം അപകടമാണ്. ഇവിടെ അപ്പോസ്തലൻ പോളിനെ സംബന്ധിച്ചിടത്തോളം നല്ല അണ്ടർസ്റ്റാൻഡിങ്, നല്ല അറിവാണ് ദൈവത്തെ പറ്റിയുള്ളത്, അല്ലെ? ദൈവത്തെ മനസ്സിലാക്കി വേറൊരു രീതിയാണ്. കാരണം അപ്പോസ്തലൻ പോൾ കടന്നു പോയിരിക്കുന്ന വഴികളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. അപ്പോസ്തലൻ പോൾ അനുഭവിക്കേണ്ടി വന്ന യാതനകളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. പട്ടിണിയിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം അവത്തിൽ നിന്നെല്ലാം കരകയറ്റിക്കൊണ്ടുവന്ന ദൈവമുണ്ട്. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുക,
ജീവിതത്തിൽ തിരിച്ചു വരുമെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിലുള്ള കഷ്ടപ്പാടിൽ കൂടെ കടന്നു പോയത്, കഷ്ടതയിൽ കൂടെ, അപകടത്തിൽ കൂടെ കടന്നു പോയി. പക്ഷെ എന്നാലും അവിടെ എല്ലാം ദൈവമുണ്ട്. എന്നെ വിടുവിക്കാൻ ശക്തനുമായിട്ടുള്ള ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം അപ്പോസ്തലൻ പോളിന് കൃത്യമായിട്ട് അറിയാം. അല്ലെ? അതെങ്ങനെയാ വന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവമായിട്ടുള്ള ഒരു വല്ലാത്തൊരു ബന്ധത്തിൽ നിന്നാണ്. അപ്പൊ ബന്ധം നമുക്കില്ല എങ്കിൽ, ദൈവത്തെ അറിയത്തില്ല എങ്കിൽ, നമ്മൾ രുചിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്ക് ദൈവവുമായിട്ടുള്ള നടപ്പ് ശരിയായിട്ടുള്ള നടപ്പായിരിക്കത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള നടപ്പായിരിക്കത്തില്ല. നമ്മുടെ നടപ്പ് സ്ട്രോങ് അല്ലെങ്കിൽ പിശാച് ഒന്ന് ഊതിക്കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വീഴും. അല്ലെ? അപ്പൊ അവനെ നോക്കിക്കഴിഞ്ഞാൽ, പിശാച് നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ നമ്മള് നിലത്ത് വീഴും. ഒരു ഒരു എന്താ പറയുക, നമ്മൾക്കെതിരായിട്ടുള്ള ഒരു വെപ്പൺ, അല്ലെ, അവന്റെ ഒരു ആയുധവും നമ്മൾക്കെതിരെ ഫലിക്കത്തില്ലെന്ന് ദൈവം വചനം പറഞ്ഞിട്ടുള്ളപ്പോ, നമ്മൾ യേശുക്രിസ്തുവിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാത്ത വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ വസ്ത്രം പോലെ, ഒരു പടച്ചട്ട പോലെ അണിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണെങ്കിൽ, പിശാച് ഒരു 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 ആയുധമായിട്ട് വരണ്ട പോലും കാര്യമില്ല. അവനത് നോക്കിയാൽ മതി. നോക്കുമ്പോഴേക്കും നമ്മൾ താഴെ വീഴും. അതാണ് മിക്കവാറും ക്രിസ്ത്യാനികൾക്ക് പറ്റുന്നത്, അല്ലെ? യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് പറ്റുന്ന ഒരു കാര്യം. നമ്മുടെ ദൈവത്തെ മനസ്സിലാക്കുക, അല്ലെ? അപ്പൊ ദൈവത്തെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ എന്താണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെ? ദൈവമായിട്ട് അറിയുക എന്ന് പറയുമ്പോൾ ദൈവമായിട്ടുള്ള ഒരു ഭയങ്കര ഒരു ബന്ധത്തിലായിപ്പെടുക എന്നുള്ളതാണ്, അല്ലെ? ഭയങ്കര ഒരു ബന്ധത്തിലായിപ്പെടുക. അങ്ങനെയാകുമ്പം എന്താ പറയുക, ദൈവത്തെ ജീവിതത്തിന്റെ ഒരു പാട്ടാക്കി വെക്കുക. ദൈവമാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാകുമ്പോൾ, ദൈവം പറയുന്ന അനുസരിച്ച് കേട്ട് നടക്കും. ദൈവത്തിന്റെ അടുത്തേക്ക് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ, അല്ലെ, അപ്പൊ അവിടെ ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യും, ഒരു വിശ്വാസം ഡെവലപ്പ് ചെയ്യും. അപ്പൊ അതാണ് ദൈവമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുക. അങ്ങനെ അപ്പൊ ദൈവത്തെ അറിയാൻ പറ്റും. ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ചലനങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഹൃദയത്തെ നമുക്ക് അറിയാൻ പറ്റും, അല്ലെ? ഹൃദയത്തിന്റെ ഈ ഇച്ഛകളെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അപ്പൊ നമുക്കറിയാം, പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് മിക്കവാറും തന്നെ നമ്മളെ ദൈവമായിട്ട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടി സമ്മതിക്കാതിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ദൈവം നമ്മളോട് പറയുന്നത് അതെല്ലാം നിങ്ങൾ മാറ്റിയിട്ട്, അല്ലെ, ആ ബ്ലോക്കുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുക. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, അപ്പോസ്തലൻ പോളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ദൈവത്തോടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞ് പരീശനായിട്ട് നടന്ന സമയത്തെ കാര്യത്തെ പറയുന്നു. അപ്പൊ ശരിയല്ലാത്ത തരത്തിലുള്ള ഒരു ഒരു ത്വരയുണ്ടായിരുന്നു ദൈവത്തിനോട്, അല്ലെ? അപ്പൊ അതുകൊണ്ടാണല്ലോ ചർച്ചിനെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ, അപ്പൊ തോറയ്ക്കകത്ത് പറയുന്ന മാത്രമേ ഉള്ളൂ ചർച്ച്, യേശുക്രിസ്തു പറയുന്നൊന്നും ശരിയല്ല എന്നുള്ള ഒരു വിശ്വാസത്തില് ചർച്ചിലുള്ളവരെ, അല്ലെ, ദൈവത്തിന്റെ മക്കളെ കൊന്നു തന്നെ നടന്നുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു അപ്പോസ്തലൻ പോളിന്, അല്ലെ? അപ്പൊ അത്രയ്ക്ക് ഒരു ഇന്റൻസിറ്റി ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു ലോയിനോടും, എന്താ പറയുക, ഒരു പരേശൻ എന്നുള്ള അതിനോടൊക്കെ ഉള്ള ഒരു ഭയങ്കര ഒരു ഇന്റൻസിറ്റി ആയിരുന്നു. അപ്പൊ അപ്പോസ്തലൻ പോൾ ഇങ്ങനെ പറയാ, എന്താ പറയുക, 3-ാമത്തെ ചാപ്റ്റർ ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ഇസ്രായേലിലെ പാട്ടാണ്, അല്ലെ, ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ്. ഞാനിങ്ങനെ ദൈവത്തോടുള്ള ഒരു 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 ഇതെന്ന് വെച്ച് കഴിയുമ്പോ, എന്താ പറയുക, ദൈവത്തോടുള്ള ഒരു ന്യായപ്രമാണത്തെ നീതി സംബന്ധിച്ച് ഞാൻ എന്താ പറയാ അനന്യനായിരുന്നു. ഞാനിങ്ങനെ ചർച്ചിനെയൊക്കെ എന്താ പറയാ പെർസിക്യൂട്ട് ചെയ്ത് നടന്ന് ചർച്ചിലുള്ള ആൾക്കാരെ, ദൈവത്തിന്റെ മക്കളെ കൊന്നു നടന്ന ആൾ. അത്രയ്ക്കും ഒരു ത്വരയായിരുന്നു എനിക്ക് ദൈവത്തോട്. ദൈവത്തിന്റെ എന്താ പറയാ, എനിക്കറിയാവുന്ന രീതിയിൽ ദൈവത്തോടുണ്ടായിരുന്നു. പക്ഷെ ശരിയായിട്ടുള്ള രീതിയിലുള്ള അറിവായിരുന്നില്ല, അല്ലെ? പക്ഷെ യേശുവിനെ അറിയുന്നതിന് വേണ്ടി ഞാൻ എനിക്കുള്ളതെല്ലാം വേണ്ടെന്ന് വെച്ചു, അല്ലെ? ദൈവത്തെ അറിയുന്നതിന് വേണ്ടി യേശു ഒന്ന് ടച്ച് ചെയ്തപ്പോ അപ്പോസ്തലൻ പോളിന് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം ഇതാ, എനിക്ക് ദൈവത്തെ അറിയണം. ഞാൻ ഇത്രയും നാൾ അറിഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല, അല്ലെ? ഞാൻ യേശുക്രിസ്തു മോശപ്പെട്ടവനാണെന്ന് പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മക്കള് യേശുവിൽ വിശ്വസിക്കുന്നവർ ശരിയായിട്ടുള്ള രീതിയല്ല എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ നമുക്കറിയാം, ബജ്രംഗ് ദളിൽപ്പെട്ട ആൾക്കാരെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു രീതി, അല്ലെ? എന്താ പറയുക, മതം മാറ്റം എന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു രീതി, അല്ലെ? മതം മാറ്റമില്ല, ഇത് ജീവിതത്തിന്റെ മാറ്റമാണിത്, അല്ലെ? അപ്പോസ്തലൻ പോളിന് പറ്റുമല്ലോ, യേശുക്രിസ്തു ഒരൊറ്റ വാക്കില് മാറിപ്പോയതാണ് അപ്പോസ്തലൻ പോളിന്റെ ജീവിതം. അതുപോലെയാണ് പലരും നമ്മളിൽപ്പെട്ട പലരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഒന്നിനും കൊള്ളാത്ത ജീവിതമായിരുന്നു നമ്മളിൽപ്പെട്ട പലരുടെയും. അത് ഒരു വാക്കുകൊണ്ട്, ഒരു നോട്ടം കൊണ്ട് യേശുക്രിസ്തു മാറ്റിയെടുത്തു.
അല്ലെ? അപ്പൊ ഇത് ജീവിതത്തിന്റെ കഥയാ പറയുന്നത്. അപ്പൊ ഇവിടെ അപ്പോസ്റ്റൽ പോൾ പറയുവാ, എന്താ പറയാ, എനിക്കുള്ളതിനെല്ലാം ഞാൻ ഗാർബേജ് നേണ്ടിക്കൊണ്ട് എല്ലാത്തിനും വേണ്ടെന്ന് വെച്ചു. എനിക്കും ദൈവത്തിനും ഇടയിൽ കൊണ്ടിരുന്ന സകലതിനെയും ഞാൻ വേണ്ടെന്ന് വെച്ചു. എന്തിന്? എനിക്ക് അറിയണം. എനിക്ക് അവനെ അറിയണം. ഞാൻ അവനിലായിരിക്കണം. അല്ലെ? ആ ഒരു ആ ഒരു എന്റെ ആഗ്രഹം അതാണ്. അല്ലെ? എന്റെ ഒരു ഇപ്പോഴത്തെ തീക്ഷ്ണമായിട്ടുള്ള ഒരു ആഗ്രഹം അതാണ്. അതിനുവേണ്ടി ഞാൻ സകലതിനെയും വേണ്ടെന്ന് വെച്ചു. അല്ലെ? ക്രിസ്തുവിന് 9-ാമത്തെ വാക്യം പറഞ്ഞു, 3-ാമത്തെ ചാപ്റ്റർ ഫിലിപ്പിന്റെ 3:9 ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളും കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് അവരെന്ന് ഞാൻ എണ്ണുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും ക്രിസ്തുവിലായിരിക്കണം, അല്ലെ? എങ്ങനെയെങ്കിലും എനിക്ക് അവനെ അറിയണം. എനിക്ക് വളരെയധികം ക്ലോസ് ആയിരിക്കണം, അല്ലെ? എനിക്ക് ഉള്ളതിനെയെല്ലാം ഞാൻ നശിപ്പിച്ചു, ഞാൻ എല്ലാത്തിനും വേണ്ടെന്ന് വെച്ചു, ഗാർബേജ് നെണ്ണി, അല്ലെ? അതുപോലെ തന്നെയാണ് മോസസും ചെയ്തത്. എബ്രായർക്ക് ലേഖനത്തിൽ 11-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. എബ്രായറിന്റെ 11:24-25 പറഞ്ഞ ഇങ്ങനെയാ, മിസ്രൈമിലുണ്ടായിരുന്ന, ഈജിപ്തിലുണ്ടായിരുന്ന ആ ഒരു, എന്താ പറയാ, ഒരു പൊസിഷനും ആ വലിയ ഫറവോന്റെ വലിയ കൊച്ചുമകനായിരുന്നല്ലോ. അപ്പൊ അതും അവിടെ നിന്ന് കിട്ടാവുന്ന ധനവും എല്ലാം വേണ്ടെന്ന് വെച്ചു, അല്ലെ? മോസസ് അതൊന്നും വേണ്ടെന്ന് വെച്ചു. ദൈവത്തിന്റെ ജനത്തിന്റെ മക്കൾ എന്ന് പറയാൻ പറ്റും, മക്കൾ നമ്മളാണ്. ദൈവത്തിന്റെ ജനത്തിന്റെ സഫറിങ്ങിന്റെ കൂടെ ആയിരിക്കാൻ മോസസ് താല്പര്യപ്പെട്ടു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ദൈവത്തെ അറിയുന്നതിന് വേണ്ടി. മോസസ് പോലും അറിഞ്ഞില്ല അതായിരുന്നു കാര്യമെന്ന്. മോസസിന്റെ ഉള്ളിൽ നിന്നുള്ളൊരു വിളി ഉണ്ടായിരുന്നുള്ള കാര്യം, മോസസിനെ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചു വെച്ചിരുന്ന ഒരു കാര്യം, അത് തന്റെ ഉള്ളിലെ തന്റെ ആത്മാവ് തന്നോട് പറയുന്ന കാര്യം മോസസിന് അറിയത്തില്ലായിരുന്നെങ്കിൽ പോലും തന്റെ വിളിയിലേക്ക് മോസസ് അടുത്തുകൊണ്ടിരിക്കുക. ദൈവം വലിക്കുമായിരുന്നു മോസസിനെ, അല്ലെ? മോസസ് പോലും അറിഞ്ഞില്ല എങ്ങനെയാണ് മോസസ് എന്താ പറയാ എല്ലാത്തിനും ഉപേക്ഷിക്കാൻ വേണ്ടി സാധിച്ചെന്നുള്ള കാര്യം മോസസിന് പോലും അറിഞ്ഞില്ല. ഇതാണ് സത്യം, അല്ലെ? ദൈവത്തിനെ അറിയുന്നതിന് വേണ്ടി 33-ാമത്തെ ചാപ്റ്റർ പുറപ്പാടിന്റെ 33-ലേക്ക് ചെല്ലുമ്പോ മോസസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഞാൻ അങ്ങയുടെ കണ്ണിൽ എനിക്ക് അങ്ങയുടെ കൃപ എനിക്ക് ലഭിച്ചവനാണെങ്കിൽ, അങ്ങയുടെ കണ്ണിൽ ഞാൻ കൃപ അങ്ങയിൽ നിന്നുള്ള കൃപ ലഭിച്ചവനാണെങ്കിൽ, അല്ലെ, എന്നോട് അങ്ങക്ക് കൃപ തോന്നുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ പറയട്ടെ, എന്നോട് അങ്ങക്ക് കൃപയുണ്ടെങ്കിൽ, അല്ലെ, അങ്ങയുടെ വഴി എനിക്ക് പറഞ്ഞു തരണം, അല്ലെ? അപ്പൊ എന്താന്ന് വെച്ചാൽ ഇനിയും കൂടുതൽ കൃപ ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെ? അപ്പൊ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഐ ഹാവ് ഫൗണ്ട് ഫേവർ ഇൻ യുവർ ഐസ്, ഓർ ചില ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഐ ഹാവ് ഫൗണ്ട് ഗ്രേസ് ഇൻ യുവർ ഐസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ കണ്ണിൽ എനിക്ക് ഞാൻ അങ്ങയിൽ നിന്ന് ഗ്രേസ് കിട്ടിയവനായിട്ട് ആണെങ്കിൽ, അല്ലെ, ഞാൻ അങ്ങയിൽ ഗ്രേസ് കണ്ടെത്തിയവനാണെങ്കിൽ, എനിക്ക് കിട്ടിയവനാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് അങ്ങക്ക് എന്നോട് കൃപ തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെ, എനിക്ക് അങ്ങയുടെ വഴിയൊന്ന് പറഞ്ഞു തരണം. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റുമല്ലോ, അങ്ങനെ എനിക്ക് അറിയാൻ പറ്റുമല്ലോ, അങ്ങയുടെ വഴി കൂടെ എനിക്ക് നടക്കാൻ പറ്റുമല്ലോ, അങ്ങനെ കൂടുതൽ അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പറ്റി കൂടുതൽ അറിയുമ്പോൾ, അങ്ങയുടെ സ്വഭാവത്തെ പറ്റി എനിക്കൊരു അറിവുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയോട്ട് കൂടുതൽ അടുത്ത് വരുമല്ലോ. അപ്പൊ അങ്ങനെ അപ്പോഴെനിക്ക് അങ്ങക്ക് അങ്ങയുടെ കൃപ എനിക്ക് പിന്നെയും കിട്ടുമല്ലോ. അപ്പൊ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് 18-ാമത്തെ വാക്കില് പുറപ്പാടിന്റെ 33:18 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് വെച്ചു. അപ്പോ മോസസ് ഇങ്ങനെയാ പറഞ്ഞിരിക്കുക, എനിക്ക് അങ്ങക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അങ്ങയുടെ വഴി എന്നെ കാണിച്ചു, അപ്പൊ കൂടുതൽ എനിക്ക് കൃപ കിട്ടും. എനിക്ക് കൂടുതൽ കൃപന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ തേജസ് കാണുന്നതിന് വേണ്ടി, അല്ലെ? അപ്പോ ആ തേജസ്, ദൈവത്തിന്റെ തേജസ് അറിയുക എന്നുള്ളത്, ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക എന്നുള്ളത് ഈജിപ്തിൽ കിട്ടുന്ന സുഖത്തിനേക്കാളും ഒക്കെ വലുതാണ്, അല്ലെ? ഈജിപ്തിന് കുറച്ച് പണം ഈജിപ്തിൽ നിന്ന് കുറച്ച് ഭൂസ്വത്തുകൾ കിട്ടുമായിരിക്കും, കുറച്ച് പണം കിട്ടുമായിരിക്കും, അതൊക്കെ ഉണ്ട്, വാസ്തവം, അതൊക്കെ അതിനൊന്നും കുറവൊന്നുമില്ല. പക്ഷേ അതൊന്നും അല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ ഉള്ള ഒരു സുഖം, അതിന്റെ ഒരു പ്രൊട്ടക്ഷൻ, അതിന്റെ ഒരു, എന്താ പറയാ, അത് അനുഭവിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ, അല്ലെ? അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതാ മോസസ് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം, അല്ലെ? എനിക്ക് അങ്ങയെ അറിയണം, എനിക്ക് അങ്ങയുടെ അടുത്തായിരിക്കണം കൂടുതൽ. അതിന് ഇന്ന് എന്റെ, എന്താ പറയാ, ഈ വിലങ്ങുതടിയായിട്ട് നിന്ന ഈജിപ്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈജിപ്തിന്റെ ധനമൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ വേണ്ടെന്ന് വെക്കുക. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് മോസസ് എടുത്തത്, അല്ലെ? അപ്പൊ നമ്മളോട് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്,
പറയുന്നത് നമ്മള് നമ്മൾക്കും ദൈവത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന സകല സാധനങ്ങളെയും കളയാൻ വേണ്ടി നമ്മൾ തയ്യാറാണെങ്കിൽ, നമ്മുടെ ഇഷ്ടങ്ങള്, നമ്മളുടെ കംഫോർട്ട് സോണുകള്, നമ്മളുടെ ഡിസയറുകൾ, അംബീഷൻസ്, അതും പിന്നെ നമ്മളുടെ ട്രഡീഷൻസ്, നമ്മളുടെ വലിയ പദവികള്, നമ്മൾ വലിയ ആളുകളാണെന്നുള്ള ഒരു വിചാരങ്ങള്, അങ്ങനെയെല്ലാം നമ്മളെ തന്നെ എംപ്റ്റി ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, അത് എടുത്ത് കളയാൻ തയ്യാറാണെങ്കിൽ, ദൈവം നമ്മളുമായിട്ട്, നമുക്ക് ദൈവവുമായിട്ട് കൂടുതൽ അടുക്കാൻ എന്താ പറയാ പറ്റും. അപ്പോൾ ദൈവത്തെ കൂടുതൽ അറിയാൻ നമുക്ക് സാധിക്കും അല്ലെ. ഫിലിപ്പിയൻ ചർച്ചിലേക്ക് ഈ വാക്ക് പോൾ എഴുതേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഫിലിപ്പിയൻ ചർച്ച് പോളിനെ സഹായിക്കാൻ താല്പര്യമുള്ള ചർച്ചായിരുന്നു. പോളിനെ സഹായിച്ചുകൊണ്ടിരുന്ന ചർച്ച. വേറെ ഒരു ചർച്ചും ഒന്നും കൊടുക്കത്തില്ലായിരുന്നു അല്ലെ. ഒരു ചർച്ചും പോളിന് ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ ഒന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പോളിൽ നിന്ന് കിട്ടുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള ബെനിഫിറ്റ് എല്ലാം എടുത്തുകൊണ്ട് അല്ലെ, എന്നാൽ പോളിന് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും താല്പര്യപ്പെട്ടില്ല. പക്ഷെ ഫിലിപ്പിയൻ ചർച്ച് അങ്ങനെ ആയിരുന്നില്ല. അവര് പിന്നെയും കൊടുക്കുന്ന ആൾക്കാരായിരുന്നു, കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ, കൊടുക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ ഇവര് ഓരോ പ്രാവശ്യം ഇവര് കൊടുക്കുമ്പോൾ അവരെ പോക്കറ്റിൽ നിന്ന് പോകുന്നു. പക്ഷെ അപ്പോൾ എന്ന് വിചാരിച്ചു, അപ്പൊ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവുന്നുണ്ട്, ഒരു എന്താ പറയുക, ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. ഗ്യാപ്പ് എന്നല്ല പറയുന്നത്, എങ്ങനെ പറയണം, ഒരു കുറവുണ്ടാവുന്നില്ല. അപ്പൊ അത് നികത്തും, ദൈവം നികത്തും എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ അത് പോളിന്റെ ഒരു കോൺഫിഡൻസ് ആണ് ദൈവത്തിൽ ഉള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ഫിലിപ്പിയൻ ചർച്ചുകാര് അവര് കൊടുക്കാൻ തയ്യാറായപ്പോ ദൈവം അത് വേറെ അധികം ഫില്ല് ചെയ്യാൻ എന്താ പറയണേ തയ്യാറായിരുന്നു. അപ്പൊ ദൈവം കൊടുക്കുന്നവൻ എന്നുള്ളത്, ദൈവം കഷ്ടപ്പാടിൽ കൂടെ നിൽക്കുന്നവൻ എന്നുള്ള, അല്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന വ്യക്തി എന്നുള്ള കാര്യം ഫിലിപ്പിയൻ ചർച്ചിന് മനസ്സിലാക്കാൻ സാധിക്കും അല്ലെ. ദൈവത്തിന്റെ ആ ഒരു മുഖം ഫിലിപ്പിയൻ ചർച്ചിന് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് വാസ്തവം അല്ലെ. അല്ലാതെ ഫിലിപ്പിയൻ ചർച്ച് മറ്റുള്ള ചർച്ചുമാരെ പോലെ ഒന്നും കൊടുക്കാതിരിക്കുന്ന വ്യക്തികളായിരുന്നെങ്കിൽ, ദൈവം കൊടുക്കുന്നവൻ, ദൈവം കരുതുന്നവൻ എന്ന് മനസ്സിലാക്കാൻ ഫിലിപ്പിയൻ ചർച്ചിന് ഒരിക്കൽ പോലും സാധിക്കുമായിരുന്നില്ല. അപ്പൊ ഫിലിപ്പിയൻ ചർച്ച് മനസ്സിലാക്കാൻ പറ്റാതിരിക്കുമ്പോൾ ഫിലിപ്പിയൻ ചർച്ചിന് അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല, വിശ്വാസവും ഉണ്ടാകത്തില്ലായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ പോള് അവരോട് പറയുക, നിങ്ങളിങ്ങനെ കൊടുക്കുന്നവരായതുകൊണ്ട് എന്താ പറയുക, എന്റെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ നോക്കും അല്ലെ. അപ്പൊ അവിടെ ഫിലിപ്പിയൻ ചർച്ചിന് ഒരു പുതിയ അറിവ്, ദൈവത്തെ പറ്റിയുള്ള ഒരു പുതിയ അറിവ് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുക ഫിലിപ്പിയൻ ചർച്ചുകാർക്ക് അല്ലെ, അതിന്റെ ഇടയ്ക്ക്. അപ്പൊ ഇനി വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ചർച്ചിനെ പറ്റി ഇങ്ങനെ നമ്മൾ മിക്കവാറും തന്നെ എല്ലാവരും മിക്കവാറും തന്നെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇത്, എന്റെ ദൈവം നിങ്ങളുടെ എന്താ പറയാ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തരും എന്നൊക്കെ ആ വാക്ക് നമ്മളെല്ലാവരും മിക്കവാറും തന്നെ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു തെറ്റുമില്ല, തെറ്റുണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊരു കോണ്ടെക്സ്റ്റ് എടുക്കണം. അതിന്റെ ഒരു എന്തിനെ പറ്റിയാണ് ഇവിടെ അപ്പോസ്റ്റൽ പോൾ സംസാരിക്കുന്നതിനെ പറ്റി നമ്മളൊന്ന് അറിയണം. നമ്മളിപ്പോ ബൈബിള് വായിക്കുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു വാക്ക് മാത്രം പിറക്കി എടുത്തിട്ട് വായിച്ചു വിടാതെ, അത് അങ്ങനെ പ്രാർത്ഥിക്കാതെ, നമ്മൾ എന്തിനെ പറ്റിയാണ്, എങ്ങനെയാണ് പോൾ ഇവിടെ പറയുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കുക അല്ലെ. ബൈബിള് അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വായിക്കുക. അപ്പൊ ഇവിടെ പോൾ പറഞ്ഞിരിക്കുന്ന ഫിലിപ്പിയരെ പറ്റി, ഫിലിപ്പിയർ കൊടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കൊടുക്കുന്ന ആൾക്കാരും, കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ, മറ്റുള്ള ചർച്ചിനെ പോലെയല്ല, കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർ. ഈ കൊടുക്കാൻ മനസ്സുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ ദൈവത്തിനും താല്പര്യമാണ്. നമ്മളെ ഒരു ബ്ലെസ്സിങ് ആക്കി നിർത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഒരു ആഗ്രഹം. നമ്മളൊരു 50 രൂപ ആർക്കെങ്കിലും കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലേ, ദൈവം നമുക്ക് 50 രൂപയ്ക്കുള്ള മാർഗം ഉണ്ടാക്കി തരും. അപ്പൊ ദൈവം തരുമ്പോൾ 50 രൂപ മാത്രമല്ല തരുന്നത്, ഒരു 150 രൂപ ആയിട്ട് തരും അല്ലെ. കാരണം വെച്ചാല് നമുക്ക് കയ്യിൽ വേണ്ടല്ലോ, നമുക്ക് ദൈവം ഒരു 50 രൂപ മാത്രമാണ് തരുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശ് 50 രൂപ മറ്റുള്ളവർക്ക് കൊടുത്തു തരുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല. ദൈവം അങ്ങനെയല്ല, നമുക്ക് ഇരട്ടി തരും അല്ലെ. നമുക്ക് ഇരട്ടി, അതിനേക്കാളും കൂടുതൽ. അപ്പൊ നമുക്ക് നമ്മുടെ അബണ്ടൻസിൽ നിന്ന്, നമ്മുടെ ഇല്ലാഴിയിൽ നിന്നല്ല, കൂടുതൽ ഉള്ളതിൽ നിന്ന്, ഓവർഫ്ലോയിൽ നിന്നാണ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇവിടെ ഇതാണ് ദൈവം പറഞ്ഞത്, ഫിലിപ്പിയൻ ചർച്ച് കൊടുക്കാൻ താല്പര്യമുള്ളായിരുന്നു, അവർ കൊടുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നവരെ പറ്റി പറയുക, ദൈവം, എന്റെ ദൈവം അല്ലെ. പോള് പറയും, എന്റെ ദൈവം നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി തരും അല്ലെ. നിനക്ക് ദൈവത്തിന്റെ മഹിമയുടെ ധനത്തിനൊത്തം വണ്ണം തന്നെ നിനക്ക് ചെയ്തു തരും അല്ലെ. അല്ലാതെ നമ്മളിങ്ങനെ വിചാരിച്ചു, ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് വിചാരിച്ചു, ദൈവമേ എനിക്കൊരു മെഴ്സിഡസ് ബെൻസിന്റെ ആവശ്യമുണ്ട്, എന്റെ ദൈവമേ
അങ്ങ് അങ്ങയുടെ ധനത്തിന്റെ മഹത്വത്തോടൊത്തവണ്ണം അല്ലെ, അങ്ങയുടെ ആ മഹത്വത്തിന് ഒത്തവണ്ണമുള്ള ഒരു ബെൻസ് എനിക്ക് തരണമേ. അങ്ങനത്തെ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്ന, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടില്ല. പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് നമ്മുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു മനുഷ്യന് പോലും ഒരു ഉപകാരം പോലും ചെയ്യാതെ, ഒരു ചർച്ചിലേക്ക് തയ്ത്ത് പോലും കൊടുക്കാതെ, ഒരു ഓഫറിങ് കൊടുക്കാതെ, എല്ലാം വെച്ചോണ്ട് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയെന്ന് വിചാരിച്ചു നോക്കുക. അപ്പൊ എങ്ങനെയുള്ള പ്രാർത്ഥന? ദൈവം അത് കേൾക്കാൻ പോകുന്നുണ്ടോ? അപ്പൊ ഇവിടെ കൊടുക്കുന്ന വ്യക്തികൾക്ക് കൊടുക്കുമെന്നതിനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു അനുഗ്രഹമാക്കി തീർക്കും അല്ലെ. എബ്രഹാമിനെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമാക്കി തീർക്കും ദൈവം അല്ലെ. അനുഗ്രഹിക്കാൻ താല്പര്യമില്ലാത്ത വ്യക്തികളാണ് ദൈവത്തിന്റെ വലിയ മനസ്സുകൊണ്ട് അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു രീതിയല്ല ദൈവം ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ ദൈവത്തെ നമുക്കറിയാം. ദൈവത്തെ അറിയുന്ന വ്യക്തികളായിരിക്കാം നമ്മൾ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ മഹത്വത്തിനാണ് നന്ദി പറയുന്നു കർത്താവെ. ഞങ്ങളോട് സംസാരിക്കുന്നതായിട്ട് അങ്ങയുടെ വചനത്തിനായിട്ടും കർത്താവെ നന്ദി പറയുന്നു കർത്താവ്. താങ്ക് യു ജീസസ്. മസ്റ്റ് പ്രേസ് ആൻഡ് വർഷിപ്പ് യു മസ്റ്റ്. ഹല്ലേലൂയ. ഗോഡ് ഓൾമൈറ്റി വി പ്രേസ് യു വർഷിപ്പ് യു മാസ്റ്റർ. കർത്താവെ, ഞങ്ങൾ അങ്ങനെ മനസ്സിലാക്കുന്ന വ്യക്തികളായിരിക്കാൻ കൃപ തരണമെന്ന് അപേക്ഷിക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങയുടെ ഒപ്പം ജീവിക്കുന്ന വ്യക്തികളായിരിക്കണം കർത്താവ്. യേശുവിൻ നന്ദി പിതാവേ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടതിന് നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.